ഇടയ്ക്ക് ഇങ്ങോട്ട് നോക്കുന്നുണ്ടല്ലോ. എന്നെ പറ്റിയായിരിക്കും സംസാരിക്കുന്നത്. They look concerned. ദേഷ്യത്തിലാണോ വിഷമത്തിലാണോ? ഇവർക്ക് എന്നോട് എന്തോ പറയാന്നുള്ള പോലെ. ജെസിക ജോർജ്, എങ്ങനെയുണ്ട് എൻ്റെ പുത്തൻ കോൺവേഴ്സ്? പറവല്ലെന്നോ? സെക്കൻഡ്സ് ആണെങ്കിൽ നല്ല പൈസ എടുത്ത് തന്നെ മേടിച്ച്, എന്നിട്ട് പറവല്ലെന്നോ? ശരി. അല്ലേലും വിക്കേസിയും ബാറ്റും ഒക്കെ കണ്ടുകൊള്ളുന്നത് നിനക്ക് ഇതൊന്നും പറയാൻ മനസ്സിലാവില്ല. ബ്ലഡി ഗ്രാമവാസീസ്. ഫുഡ് അടിക്കാം, എനിക്ക് വിശക്കുന്നു. റീനിമേരി വരാൻ എന്തായാലും ടൈം എടുക്കും. ഓക്കെ. ജെസി എന്നാ? വേണ്ട. എന്നാ? ഇല്ല, എനിക്ക് വേണ്ട. എടി നീയോ? ചോക്ലേറ്റ് മിൽക്ക് അടി, നിന്റെ ഫേവറേറ്റ്. ഇല്ല, എനിക്ക് വേണ്ട. എൻ്റെ അടുത്ത് ഇതുണ്ട്, ഇതൊന്ന് പൊട്ടിച്ചു തരുമോ? നീ ഓക്കെ അല്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ഞാൻ ഓക്കെ തന്നെ. ഇപ്പം പെട്ടെന്ന് ക്ലൈമറ്റ് മാറിയതല്ലേ, അതുകൊണ്ടോ. ഓക്കെ. ഹലോ, എവിടെയാടി? ഞാൻ നിനക്ക് ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. നിനക്കൊരു സാൻഡ്വിച്ച് മേടിച്ചിട്ടുണ്ട്. കുപ്പി നമുക്ക് പോകുന്ന വഴിക്ക് എടുക്കണം. ഓക്കെ, ബൈ. നമുക്കിറങ്ങാം. അവളവിടെ എത്തിയിട്ടുണ്ട്. ദേടി നിന്റെ അപ്പൻ. നീ വാ, അയാളോടത്ത് ഫോട്ടോ എടുത്താ. നിങ്ങളത് എങ്ങോട്ട് നോക്ക്. ഞാൻ പോവാം. പോലെ നിക്ക്. ജെസി, എന്താടോ? എന്തു പറ്റി? എന്നാച്ചു കൺമണി? നീ പാത്തുക്കവയാ? പാത്തുപ്പ. ഹായ് റീനുമേരി ആന്ധ്രി, എവിടെയായിരുന്നു? എന്തായാലും നേരത്തെ വന്നിട്ടുണ്ടോ? എന്റെ കണക്ഷൻ മിസ്സായി, സോറി. അതൊക്കെ പോട്ടെ, എനിക്ക് മുട്ടി നിൽക്കുക. ഞാനൊരു ബാർ നോക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. അതാണേ കോമഡി ക്ലബിൻ്റെ അടുത്താ. അടുത്ത് മെക്സിക്കാനർ അടിപൊളിയാന്ന് കേട്ടെ. മെക്സിക്കാനറാ? ബേസിക്കലി കെച്ചപ്പും വോഡ്ക്കയും കൂടെ മിക്സ് ചെയ്തെടുത്താ. ഓടിക്കണ്ടല്ലോ, അത് മതി. മദ്യം ഒഴിച്ച നീ അലുവായിരിക്കും തിന്നെ. തുടങ്ങി പുതിയ മാഷ് പോലാണ് ഞാൻ അടിച്ചു ഓടിക്കും ഞാൻ. വേണ്ട. നിനക്ക് മര്യാദക്ക് നല്ലൊരു പാട്ട് പാടിയ പോരെ? എടാ, നല്ലൊരു പാട്ട് പാടുമ്പോ പ്രതീക്ഷിക്കാതെ അത് ചേഞ്ച് ആയി വേറൊരു നല്ല പാട്ട് വരുമ്പോ നല്ല ഫീലാ. തനി അങ്ങ് ഫീൽ ചെയ്താൽ മതി. എടിച്ചി, നീ എന്തോന്നും മിണ്ടാത്ത? എന്തു പറ്റി? ഇത് ഞാൻ വന്നപ്പോട്ടോ വയ്ക്കുന്നേ. ക്ലൈമറ്റ് ആണ് പോലും. ഈ ചെറിയ ഞെരിച്ച് പോലും അവൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ പൊന്ന റീനൂസേ, എനിക്ക് ഇവനാണ് എൻ്റെ പ്രശ്നം. സ്വാഭാവികം, അല്ലെങ്കിലും എല്ലാത്തിനും പ്രശ്നം നീയാണല്ലോ. ശരി, ഇപ്പൊ എന്റെ പ്രശ്നമായോ? എടി, നിന്റെ ചേട്ടന്റെ കൈ എങ്ങനെയുണ്ട്? ഓക്കെ ആണോ?
കുഴപ്പമില്ല, കാസ്റ്റ് മാറ്റിയിട്ടുണ്ട്, ഇത്തിരി റെസ്റ്റ് എടുക്കണം. റണ്ണൗട്ട് ചെയ്യണ്ടെന്ന് വെച്ചാൽ ഡ്രൈവ് ചെയ്തയാ. കൈയും പോയി വിക്കറ്റും പോയി. ഗായസ്, എന്തു ടി ജെസ്സി, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമുക്ക് വീട്ടിൽ പോയിട്ട് സംസാരിക്കണോ? അതൊന്നും വേണ്ട. ജസ്റ്റ് ലിസൺ ടു മീ. എവിടെയെങ്കിലും പോയിരുന്ന് സംസാരിക്കാം. അജു, അവള് പറയട്ടെ. ഈ തമാശ പറയാനാണോ നീ ഇത്ര ബിൽഡപ്പ് കൊടുത്തേ? നല്ല തമാശ. ബാ പോവാ. ജെസ്സി, നീ എന്താ പറയുന്നത് വല്ലോ നിനക്ക് ബോധമുണ്ടോ? നീ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? ഗായസ്, ഐ നോ ദിസ് ഇസ് എ ലോട്ട്. പക്ഷെ നിങ്ങൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്യണോ എന്നെ സപ്പോർട്ട് ചെയ്യണോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്. ഐ ജസ്റ്റ് തോട്ട് ഇറ്റ് വാസ് ഫൈനലി ടൈം ടു ടെൽ യു ഗൈസ്. ജെസിക്ക, ഞാൻ ഒന്നുകൂടെ പറയാം. തമാശയാണേ ഓക്കെ, പിന്നെ നീ സീരിയസ് ആണെങ്കിൽ. അജു, എനിക്ക് മനസ്സിലാകും, ഫോർ യു ഇറ്റ് ഇസ് എ ലോട്ട്. പക്ഷേ ഇതിനും കൂടുതൽ എനിക്ക് മറച്ചു വെക്കാൻ പറ്റത്തില്ല. എടാ, നിന്റെ അച്ഛന് ഇത് അറിഞ്ഞാലുള്ള അവസ്ഥയെക്കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ? നിന്നെ കൊല്ലും, പിന്നെ ആ നാട്ടിലോട്ട് നിന്നെ അടുപ്പിക്കില്ല. എന്നിട്ടാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? എടി, 6-7 കൊല്ലം കൊണ്ട് നിന്റെ പപ്പയും അമ്മയും നിന്നെ US പിടിച്ച് നാട്ടിലോട്ട് കൊണ്ടുവന്ന് നീ അവിടെ വഴി തെറ്റാതിരിക്കാനാണ്. എടി, നീ ബേളിൽ വന്നിട്ട് 2 കൊല്ലമായി. ഈ സ്ഥലമാണ് നിന്നിങ്ങനെ ചിന്തിപ്പിക്കുന്നത്. ഞാൻ ഹോമോഫോബിക് ഒന്നും ആയതല്ല. നമ്മൾ തമ്മിൽ 10 കൊല്ലത്തിലേറെ പരിചയമുണ്ട്. റീനുവിനെ നിനക്ക് ചെറുപ്പം മുതൽ അറിയാം. നീ ജസ്റ്റ് കൺഫ്യൂസ്ഡ് ആണ് ബെർലിൻ കാരണം. എനിക്കിത് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. നിങ്ങളിത് അറിഞ്ഞിരിക്കണമെന്ന് തോന്നി, ഞാൻ പറഞ്ഞു, ഇപ്പൊ തീർന്നു. എനിക്ക് പൊളിയുന്നു. റീനു ഇതുപോലെ കേൾക്കുന്നുണ്ടോ? ഞാൻ എന്നെ അടിക്കാൻ പോവാ. വരുന്നുണ്ടേ വാ. അജു, നിക്ക്. എടാ ജെസ്സി, വാ നമുക്ക് പോവാം. അപ്പൊ കഴിഞ്ഞല്ലോ, കോമഡി ക്ലബിൽ പോയാലോ? നീ ഇത് കളിയാക്കണോ? ഇതിന്റെ കോൺസിക്വൻസ് ഓർത്ത് ഒരു ഐഡിയ ഇല്ലല്ലേ നിനക്ക്? അതോ നീ അത്ര മണ്ടിയാണോ എല്ലാം റിസ്ക് ചെയ്യാൻ? എന്ത് റിസ്ക്? നീ എന്താ ഉദ്ദേശിച്ചേ? നിന്റെ അടുത്ത് ഒരു റിസ്ക്കും എടുക്കാൻ പറഞ്ഞില്ലല്ലോ ഞാൻ. എന്തൊക്കെ കോൺസിക്വൻസ് വന്നാലും ഞാൻ ഫേസ് ചെയ്തോളാം. ജെസ്സി, നോക്ക്, നിനക്ക് നല്ലപോലെ അറിയാം ഞങ്ങൾ നിന്നെ തെറ്റാണെന്നോ ഇത് മോശമാണെന്നോ കൺവിൻസ് ചെയ്യാൻ നോക്കുമല്ല. ബട്ട് 2 കാര്യം. 1, നീ ഇത് ഔട്ട് ഓഫ് നോവെയർ ആണ് ഞങ്ങളോട് പറഞ്ഞത്, ആൻഡ് വി നീഡ് ടൈം ടു പ്രോസസ് ദിസ്. 2, ഇതൊന്നും അത്ര വലിയ കാര്യമില്ല എന്നുള്ള മട്ടിലാണ് നീ, ആൻഡ് ദാറ്റ് ഇസ് മേക്കിംഗ് അസ് മോർ കൺസേൺഡ്. എടി, നിന്റെ സ്ഥലത്ത് ഞാനാണ് ഇത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് തന്നെ. അപ്പോഴാണ് നിന്റെ കോമഡി ക്ലബ്ബ്. നീ ഏത് ലോകത്താ? ശരി, ഞാനിപ്പോൾ ഒരു ചെറുക്കന്നെ പ്രേമിച്ച് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഇത്രയും സീനാക്കുമായിരുന്നോ? അറിയാം രണ്ടും സെയിം കേസ് അല്ലാന്ന് അറിയാം. പക്ഷെ ഇമോഷൻ രണ്ടും സെയിം അല്ലേ? നിങ്ങൾ എനിക്ക് വേണ്ടി വിഷമിക്കുകയും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് തോന്നി, ഞാൻ പറഞ്ഞു, ഇപ്പൊ കഴിഞ്ഞു. ഇപ്പൊ എന്താ ചെയ്യണ്ടേ? കോമഡി ക്ലബിൽ പോണോ? എനിക്ക് പൊളിഞ്ഞു വരുന്നുണ്ട്. ഞാൻ പോവാ. മനുഷ്യരെ ഒരുപാട് അടുത്തറിയുന്നില്ല. അർത്ഥമല്ല എന്ന് പറയുന്നത് ശരിയാ. മനുഷ്യർ മാറും, ഒരുപാട് മാറും. ഇന്ന് ചോക്ലേറ്റ് മിൽക്ക് ഇഷ്ടമായിരിക്കും, നാളത് വേറെ എന്തേലും ആകും. മനുഷ്യർ പുഴകൾ പോലെയല്ലേ, ഒരിക്കലും ഒരേപോലെ ആയിരിക്കില്ല, മാറിക്കൊണ്ടേയിരിക്കും. നമുക്കാകെ ചെയ്യാൻ പറ്റുന്നത് ആ മാറ്റം കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. മാറുന്ന ഓരോ നിമിഷവും. അപ്പം മാറുന്നതിനും മാറ്റം വരുന്നതിനും ഇടയ്ക്ക് നമ്മളാരാ? Are we ever really someone? Or just a space between people we used to be? ട്രെയിൻ എപ്പോഴാ? ഡിലേ ആയി. 40 മിനിറ്റോടെ ഇരിക്കണം. നീ എപ്പോഴും വിചാരിച്ചിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു?
അവളെ അറിയാലോ, പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പം ഡിഫെൻസീവ് ആവുന്ന ആളാണ് അവള്. പക്ഷേ അതവള് ചുമ്മാ വെറുതെ ഒരു തീരുമാനം എടുക്കുന്ന ഒരാളല്ലാത്തോണ്ടാണ്. എസ്പെഷ്യലി ഈ കാര്യത്തിലുള്ള ഒരു 1000 വട്ടെങ്കിലും ചിന്തിച്ച് കാണും. റീനു, നിനക്ക് തോന്നുന്നുണ്ടോ ഇതൊക്കെ നല്ല രീതിക്ക് പോയി അവസാനിക്കുമെന്ന്? സത്യം പറ. എടാ, ഓണസ്റ്റ്ലി ഐ നോ ലൈക്ക് ദിസ് ഷുഡൻറ്റ് ഈവൻ ബി എൻ ഇഷ്യൂ, ബട്ട് ഐ ഫീൽ ലൈക്ക് ഇനി ഒരു ജനറേഷൻ കഴിയണം ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ. മതം മാറി പ്രേമിച്ച് കല്യാണം കഴിച്ചാൽ വെട്ടിക്കൊള്ളുന്ന നാടാണ് നമ്മുടെ. ഓണസ്റ്റ്ലി ഇറ്റ് സൗണ്ട്സ് സോ സ്റ്റുപ്പിഡ് അല്ലേ, ഈവൻ ടോക്കിംഗ് അബൌട്ട് ദിസ് ഇൻ ബെർലിൻ. ലൈക്ക് ബെർലിൻ നമ്മളെ പണിഷ് ചെയ്യാൻ തോന്നുന്നു ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിന്. പക്ഷേ ഇപ്പം അവൾക്ക് ആവശ്യം നമ്മളാടാ. ഷീ നീഡ്സ് അസ്. നിനക്കിതെപ്പോഴാണ് മനസ്സിലായേ? കഴിഞ്ഞ ന്യൂ ഇയർ പാർട്ടി ഓർമ്മയില്ലേ? അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ടിനെ ഞാൻ കണ്ടു. നമ്മൾ കുറേ നടന്നു, സംസാരിച്ചു, and then we kissed. I know what you're thinking, but I was not drunk. ഞാൻ നിറയെ കുടിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. It was just one beer. And അത് ചെയ്യുന്ന മുമ്പേ I thought about it a lot of times, and it's not just without thinking. ഇതൊക്കെ നീ നിന്റെ വീട്ടുകാരോട് എങ്ങനെ പറയുന്ന ആലോചിച്ചിട്ടുണ്ടോ? No. ജസ്റ്റ് നോ. ഈ ആറ്റിറ്റ്യൂഡ് എനിക്ക് പൊളിയുന്നത്. സി, ചുമ്മാ നോന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിനക്ക് നാട്ടിൽ പോകാനൊന്നും പ്ലാനില്ലേ? അമ്മേനെ കാണണ്ടേ? എടാ അങ്ങനല്ല. നോ, പിന്നെ എങ്ങനെയാ? ഓണസ്റ്റ്ലി ഓൾ ഐ കൻ തിങ്ക് അബൌട്ട് ഇസ് ഹൗ മച്ച് ദിസ് ഇസ് ഗോണ ചേഞ്ച് എവറിത്തിങ്. നിന്റെ മോൻ കാണുമ്പോഴേ അറിയാം എവറിത്തിങ് ഇസ് ഓൾറെഡി ചേഞ്ചിങ്. പിന്നെ നിന്റെ തലയിൽ കൂടെ എന്താ പോകുന്നേ? കാരണം നിന്റെ ഫാമിലി റിയാക്ഷൻ എന്തായിരിക്കും എന്ന് എനിക്കറിയാം. അത് എന്നൊക്കെ കൂടുതൽ നിനക്കും അറിയാം. അപ്പൊ നീ പറ, എന്താ നിന്റെ പ്ലാൻ? റീനു, നിനക്ക് പ്രശ്നമൊന്നുമില്ലേ വിത്ത് എവറിത്തിങ് ചേഞ്ചിങ്? എടാ, you think I haven't thought about this? About all these changes? See, എല്ലാ പ്രാവശ്യവും ഞാൻ എന്നോട് തന്നെ പറയുമായിരുന്നു that I can choose differently. I can choose not to be this. ലൈഫിനെ എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാമെന്നു. But it felt like I was killing myself. Not just a part of me. I was killing എന്നെ തന്നെ കൊല്ലുമായിരുന്നു ഞാൻ. നീ തന്നെ ഓർത്ത് നോക്ക്. You're really in love with someone, പക്ഷേ you are being told that you can never be with them. That's what it felt like. And എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് തന്നെ എന്നെ കൊല്ലാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ തന്നെ ഇല്ലാത്തൊരു ലൈഫ് ഞാൻ എങ്ങനെയാ ജീവിക്കണ്ടേ? ട്രെയിൻ ടൈമായി പോവാം. നീ ഇതെന്താ എന്നോട് നേരത്തെ പറയാഞ്ഞ്? അറിയില്ല, പക്ഷെ ഇപ്പൊ പറഞ്ഞാലോ ഞാൻ. ജെസിക്ക, നമ്മൾ ഒരുമിച്ച് വളർന്നവരാ. നീ നിന്റെ പെങ്ങളെ പോലെയാ. പക്ഷെ എന്നാലും ഇൻ സം മൊമെന്റ്സ് യു ഫീൽ ലൈക്ക് എ കംപ്ലീറ്റ് സ്ട്രേഞ്ചർ. റീനു, ഇത് നിന്നോട് പറയണ്ടെന്ന് വിചാരിച്ചല്ല പറയാതിരുന്നത് ഞാൻ. ഇത് എനിക്ക് തന്നെ ഷുവർ ആകണ്ടായിരുന്നു ഫസ്റ്റ്. എനിക്ക് ഷുവർ അല്ലാത്ത കാര്യം എങ്ങനെ നിന്നോട് പറയാം? ഒരു പക്ഷേമില്ല. ഇതിന്റെ കോൺസിക്വൻസസ് ഞാൻ തന്നെ നേരിടണം. ഞാൻ നേരിട്ടോളാം. ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. ഇതൊക്കെ എങ്ങനെ ഡീൽ ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല. അജു, എനിക്കറിയാം. എനിക്കെല്ലാം അറിയാം. നിന്നെ ഞാൻ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല. എനിക്കറിയാം ഇത് എനിക്ക് ആക്സെപ്റ്റ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട് നിനക്കാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ബട്ട് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും?
നീ ഇപ്പോൾ അവൾക്ക് നല്ലൊരു ഫ്രണ്ട് ആയിരിക്കണം. നീ ഇതുവരെ ആയിരുന്ന പോലെ. അല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലടാ. ഇത്ര നാൾ അവളോട് എങ്ങനെ പറയുന്നുള്ള പേടിയായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. എനിക്കൊരു 10 വയസ്സുള്ളപ്പോഴാണ് ഒരു സമ്മർ ബ്രേക്കിന് ഞാനും എൻ്റെ ഫ്രണ്ടും ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. കാറ്റടിക്കുമ്പോൾ ഓരോ മരങ്ങൾക്കും ഓരോ സൗണ്ടാണ്. ഞങ്ങൾ കരുതി ഓരോ മരങ്ങൾക്കും അവരുടെ വോയിസ് ഉണ്ടെന്ന്. പറഞ്ഞു വരുമ്പോൾ ഇത് ശരിയാണ്. മരങ്ങളുടെ അല്ല, അതിലെ ഇലകളുടെ ഷേപ്പ് കാരണമാണ് ഓരോന്നിനും ഓരോ ശബ്ദം. മനുഷ്യരും അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരാളെ തിരിച്ചറിയാൻ കാറ്റടിക്കുമ്പോൾ ആളുടെ അടുത്ത് നിന്നാൽ മതി, അവരുടെ ശബ്ദം കേൾക്കാം. പക്ഷേ ഈ ഇലകൾക്കോ മരിച്ചുപോയവർ, ശബ്ദം നിലച്ചുപോയവർ, ഇപ്പോൾ കേൾക്കുന്ന ശബ്ദം അവരുടെ അല്ല, അവരിലൂടെ നടന്നു പോകുന്ന എൻ്റെ കാലുകളുടെയാണ്. എടാ, നേരത്തെ when I said that you felt like a stranger, ഞാനത് വേറൊന്നുകൊണ്ട് പറഞ്ഞല്ല. I guess I just missed knowing what's on your mind. പണ്ടത്തെ പോലെ. I know, I also miss those days. പക്ഷേ it's just that ചിലപ്പം എനിക്കും അറിഞ്ഞൂടാ എൻ്റെ തലയിൽ എന്താ നടക്കുന്നതെന്ന്. പിന്നെ സോറിയൊക്കെ പറയാനാണെങ്കിൽ ഞാൻ എന്നോട് 1000 സോറി പറയേണ്ടി വരും. റീനു മേരി ആന്റണി, നിൻ്റെ ഒരു മാഷപ്പ് അങ്ങ് പാടിക്കേ. ഐശ്വരി, അജു നീയാ? ഇത് എൻ്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് വേഗം ഒന്ന് പാടിക്കോ. ബഡേ അച്ഛേ ലഗത്തെ ഹൈ യേ ധരതി യേ നദിയാ യേ रहना और तुम हम तुम कितने पास कितने दूर ही चांद सितारे. सच पूछो तो मन को झूठे लगते राना. माया नदी. ജെസിക്ക, അജു, ഇനി വേണ്ട, എനിക്കിനിയും പറ്റത്തില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ സംസാരിക്കാം. ജെസി, இதுவும் இருந்தாலும் பார்த்துக்கலாம், நான் பார்த்துக்குவேன். Bye, Aju.
ആവശ്യമില്ല. ലുക്ക് അറ്റ് ദീസ് ലീവ്സ്. അവരറിഞ്ഞിട്ടുണ്ടാകുമോ അവരുടെ സമയം അടുത്തു, അവർ കൊഴിയാൻ പോകുവാണെന്ന്? അറിഞ്ഞാലും ഇല്ലേലും അവർ കൊഴിഞ്ഞു. നമ്മളും അവരെ പോലെ അല്ലേ? ജസ്റ്റ് another casualty of time. ഇപ്പോൾ ഈ നിമിഷം നടക്കുന്ന കാര്യങ്ങൾ ഇറ്റ് ഹാസ് ഓൾറെഡി ഹാപ്പൻ ബിഫോർ. അത് വിറ്റ്നസ് ചെയ്യാൻ വേണ്ടി കൊഴിയുന്ന കുറേ ഇലകൾ മാത്രമാണ് നമ്മൾ. സോ ഭയപ്പെടേണ്ട.